പുതിയ ജനറൽ സെക്രട്ടറി ആരെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ 24-നോട്. CPM-ൽ പ്രായപരിധി കൃത്യമായി നടപ്പാക്കും, വനിതാ പ്രാതിനിധ്യം ഉണ്ടാകും, സംവരണത്തിലൂടെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നത് സാധ്യമാകാത്ത കാര്യമാണെന്നും KK ശൈലജ ടീച്ചർ. മധുരയിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ദീപക് തർമ്മടത്തിൻ്റെ റിപ്പോർട്ട്. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും സെക്രട്ടേറിയറ്റ് അംഗവുമായ KK ശൈലജ ടീച്ചർ 24-നൊപ്പം ചേരുകയാണ്. മധുരയിൽ പാർട്ടി കോൺഗ്രസിൻ്റെ തുടങ്ങാൻ പോവുകയാണ് ടീച്ചറെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനറൽ സെക്രട്ടറി ഇല്ലാതെ ആദ്യമായി CPIM-ൻ്റെ ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുന്നു എന്നുള്ളതാണ്. സീതാറാം യെച്ചൂരി നമ്മളെ വിട്ടുപോയ സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ച. ഇത് പ്രത്യേകിച്ചും വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള ചർച്ചകൾ, വഖഫ് ബില്ല് ഉൾപ്പെടെ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ഇതൊരു പുതിയ അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു സമ്മേളന കാലയളവിൽ സെക്രട്ടറി അവിചാരിതമായിട്ട് ഞങ്ങളുടെ ഇടയിൽ നിന്ന് നഷ്ടമാവുക എന്നുള്ളത്, സെക്രട്ടറി ഇല്ലാതെ ഒരു സമ്മേളനത്തെ നേരിടുന്നു എന്ന യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. പ്രകാശ് കാരാട്ടി പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നയാളാണ്, ഇപ്പോഴും 3 ടേമിൽ ഇപ്പോഴും പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല കോർഡിനേഷൻ ഉണ്ടായിട്ടുണ്ട്. വളരെ വളരെ ശക്തമായി തന്നെയാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജനറൽ സെക്രട്ടറി ആര് എന്നുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. MA ബേബിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. EMS-ന് ശേഷം കേരളത്തിൽ നിന്ന് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിട്ടില്ല. 6-ാം തീയതിക്ക് മുമ്പ് വരെ ഒരുപാട് പേരുകൾ നമ്മൾ പലപ്പോഴും കേൾക്കും. ആ കൂട്ടത്തിൽ ആ പേര് കേട്ടവരിൽ നിന്നാകാം, അല്ലാത്തതാകാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. CPM-ൻ്റെ സമ്മേളനത്തിൽ ഏറ്റവും അവസാനത്തെ ദിവസം മാത്രമാണ് ഈ അജണ്ടയിലേക്ക് കടക്കുന്നത്, പുതിയ സെക്രട്ടറി തിരഞ്ഞെടുക്കുക എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടീച്ചറെ, നമ്മുടെ PB-യിൽ വനിതാ പ്രാതിനിധ്യം, പിന്നെ അതുപോലെ തന്നെ പ്രായപരിധി ഇളവ്, മുഖ്യമന്ത്രിക്ക് പ്രായപരിധി ഇളവ് നൽകി എന്നുള്ള പ്രകാശ് കാരാട്ടും എല്ലാവരും വ്യക്തമാക്കി കഴിഞ്ഞു. ഗോവിന്ദ മാഷും അത് വ്യക്തമാക്കി. മറ്റുള്ളവർക്കും പ്രായപരിധി ഇളവ്, ആരോഗ്യമുള്ളവർക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകി നേതൃനിലയിൽ ഇരുത്തേണ്ടതല്ലേ? അതായത് പ്രകാശ് കാരാട്ട് സഖാവ് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്കകത്തൊന്നും റിട്ടയർമെൻ്റ് ഇല്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടിയുടെ കൂടെ തന്നെയാണ്, പാർട്ടി നേതാക്കന്മാരാണ് അവരെല്ലാം. പക്ഷേ കമ്മിറ്റികളിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ പുതിയ ആളുകളെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് 75 വയസ്സ് പ്രായപരിധി പാർട്ടി പറഞ്ഞിട്ടുള്ളത്. ആ പ്രായപരിധി കർശനമായിട്ട് നടപ്പിലാക്കുമെന്നാണ് പ്രകാശ് കാരാട്ട് സഖാവ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും ഒക്കെ ഈ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല. കമ്മിറ്റിക്കടക്കം നേതൃത്വം നൽകിക്കൊണ്ട് അവരെല്ലാം ഈ പാർട്ടിക്കകത്തുണ്ട്. പാർട്ടിയുടെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ട് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ കൂടെ ഉണ്ടാകും. ബ്രാഞ്ച് ലോക്കൽ തലം വരെ വനിതാ സെക്രട്ടറിമാർ വന്നു. പാർട്ടിക്കൊരു അഖിലേന്ത്യാ തലത്തിൽ ഒരു ജനറൽ സെക്രട്ടറി വനിതയാവുന്ന ഒരു കാലം ഉണ്ടാകുമോ? അതെ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഒരാൾ മാത്രമാണ്. അപ്പോൾ അതൊരു സ്ത്രീ സംവരണം എന്നുള്ള നിലയിൽ സ്ത്രീ ആക്കണമെന്ന് പറയാൻ സാധിക്കുന്നതല്ല. സഖാവ് വൃന്ദ കാരാട്ടിനോട് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ വൃന്ദ കാരാട്ട് സാധ്യതകളുടെ അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകൾ വെച്ചുകൊണ്ട് പറഞ്ഞത് ഈ സമ്മേളനത്തിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അത് പറയുന്നത് സ്ത്രീകൾ അവഹേളിക്കുന്നു എന്നുള്ള തരത്തിലല്ല, മറ്റ് സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം കണക്കിലെടുത്താണ് പറയുന്നത്. വളരെ കൃത്യമായി ടീച്ചർ പറയുന്നത്, പ്രായപരിധി നടപ്പിലാക്കുമ്പോഴും അവർ പാർട്ടിയിൽ നിന്നും പുറകോട്ട് പോകുന്നില്ല. മറ്റൊന്ന്, ഈ വനിതാ സംവരണത്തിലൂടെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുക ആരെങ്കിലും എന്നുള്ളത് നടക്കാത്ത കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് ടീച്ചർ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ രാജേഷ് വളരിക്കൊണ്ടിനൊപ്പം മധുരയിൽ നിന്നും ദീപക് ധർമ്മടം 24.